നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ലോറി ഡ്രൈവർ മരണപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 5:30 സംഭവം. എറണാകുളത്ത് നിന്നും കോൺക്രീറ്റ് കമ്പിയുമായി കൊല്ലത്തേക്ക് പോയ ലോറിയാണ് ബൈപ്പാസിൽ ഇരവുകാട് ഭാഗത്ത് വെച്ച് അപകടത്തിലായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കലാഗോപി ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലെ പ്രവർത്തന പദ്ധതികൾക്ക് ആലപ്പുഴയിൽ നടത്തിയ മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് രൂപം നൽകി. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 27.5 ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 11ാം വാർഡിലെ 32ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം സലാം MLA നിർവഹിച്ചു. നബാർഡിന്റെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പയറ്റുകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 29-30 തീയതികളിലായി ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ലോറി ഡ്രൈവർ മരണപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 5:30 സംഭവം. എറണാകുളത്ത് നിന്നും കോൺക്രീറ്റ് കമ്പിയുമായി കൊല്ലത്തേക്ക് പോയ ലോറിയാണ് ബൈപ്പാസിൽ ഇരവുകാട് ഭാഗത്ത് വെച്ച് അപകടത്തിലായത്. ആലപ്പുഴ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കൊല്ലം ആദിച്ചനല്ലൂർ ജില്ലി ഭവനത്തിൽ ജസ്റ്റിനാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 5:30 അപകടം. എറണാകുളം ഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് കമ്പി കയറ്റി കൊല്ലത്തേക്ക് പോകുന്നതിനിടെ കുതിരപ്പന്തിക്കും ഇരവുകാടിനും ഇടയിൽ വെച്ചാണ് ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ശബ്ദം കേട്ട് പരിസരവാസികളാണ് വിവരം അഗ്നിശമന സേനയെയും പോലീസിനെയും അറിയിച്ചത്. തുടർന്ന് അഗ്നിശമന സേനാ വിഭാഗം എത്തിയാണ് ലോറിയിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് സൗത്ത് പോലീസ് പറഞ്ഞു. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കലാഗോപി ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കലാഗോപി ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പേരുകൾ പുറത്തു വരുമ്പോൾ ചലച്ചിത്ര മേഖലയിലെ ഇന്ന് തന്നെയല്ല പല രാഷ്ട്രീയ പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെടും എന്നൊരു ഭയം ഇത്തരത്തിൽ സർക്കാർ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ റിപ്പോർട്ട് ഈ 4 വർഷം പൂഴ്ത്തിവെച്ചത് നമുക്ക് കാണാം. അതിൽ പാർട്ടി ഇന്ന പാർട്ടി ഒന്നുമില്ല. ഭരണപക്ഷത്തിരിക്കുന്ന MLA മുകേഷ് ഉൾപ്പെടെ ആരോപണ വിധേയന 1-2 നിരവധി കേസുകളിൽ നിരവധി പരാതിന്മേലാണ് മുകേഷ് ആരോപണ വിധേയനായിരിക്കുന്നത്. AMM എന്ന സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം കൂട്ടരാജ്യം ഉണ്ടായിരിക്കുന്നു. അവർ പറയുന്നത് അത് ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ധാർമ്മികതയാണ്? തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു വിഷയം വന്നപ്പോൾ അതിന് ആധികാരികമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേരള സമൂഹത്തിന് ചർച്ച ചെയ്ത് അതിനെ അഭിമുഖീകരിക്കുവാൻ അതിന് മറുപടി കൊടുക്കുവാൻ ആംബിയറില്ലാതെ രാജാക്കന്മാരെല്ലാം കൂട്ടി രാജിവെച്ച് പോവുകയുണ്ടത്. അതിന് പറയുന്ന പേരാണ് ധാർമ്മികത. നേരത്തെ സക്കറിയ ബസാറിന് സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണയിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുനീറ മജീദ് അധ്യക്ഷയായി.
വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി PT വസന്തകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KSTM ജില്ലാ സെക്രട്ടറി P ഫൗസിയ സബീർ, ഫ്രാറ്റേണിറ്റി സെക്രട്ടറി സുന്ദൂസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സെലീന നിസാർ, ബീന നാസർ, മോളി സുരേന്ദ്രൻ, ശ്രീകല വസന്തകുമാർ, A സഞ്ജിത, നദീറ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലെ പ്രവർത്തന പദ്ധതികൾക്ക് ആലപ്പുഴയിൽ നടത്തിയ മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് രൂപം നൽകി. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലെ പ്രവർത്തന പദ്ധതികൾക്ക് ആലപ്പുഴയിൽ നടത്തിയ മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് രൂപം നൽകി. പാർട്ടി സംസ്ഥാന ഭാരവാഹികൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, MLA മാർ എന്നിവരുള്ള 3 അംഗ സമിതിക്കാണ് ഓരോ ജില്ലയുടെയും ചുമതല നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 15 വരെ 8 ജില്ലകളിലും പഞ്ചായത്ത്, നഗരസഭാതലം വരെയുള്ള നേതാക്കളുടെ യോഗങ്ങൾ ചേരും. 8 ജില്ലകളിലെ ജില്ലാ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, പോഷക സംഘടനാ പ്രതിനിധികൾ എന്നിവരാണ് ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചില ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കാതെ വെച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതിനുവേണ്ടി രംഗത്തിറങ്ങുമ്പോൾ വിചാരിച്ച ഫലം ഉണ്ടാവും. നമുക്ക് ജയിക്കുകയും വോട്ട് നേടുകയും കൗൺസിലർമാരുണ്ടാക്കുകയും മാത്രമല്ല ആവശ്യം, പാർട്ടി കൂടി ഉണ്ടാകും. പാർട്ടിയുടെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തണം. അങ്ങനെ പാർട്ടിയുടെ സന്ദേശം സ്വീകരിച്ച് പാർട്ടിയെയും പാർട്ടി വിശ്വസിക്കുന്ന മുന്നണിയോടും ഒപ്പം നിൽക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയും ആ സമൂഹത്തിന്റെ പിന്തുണയോടുകൂടി പ്രാദേശിക ഭരണകൂടങ്ങളിൽ അംഗങ്ങളാവുകയും ജനങ്ങൾക്ക് ക്ഷേമവും വികസനവും ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ വിശാലാടിസ്ഥാനത്തിലുള്ള. വൈസ് പ്രസിഡന്റ് TM സലീം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, സംസ്ഥാന സെക്രട്ടറിമാരായ N ഷംസുദ്ദീൻ MLA, മുഹമ്മദ് ഷാ, പാറക്കൽ അബ്ദുല്ല, വൈസ് പ്രസിഡന്റ് CH റഷീദ്, UC രാമൻ, MLA മാരായ UA ലത്തീഫ്, NA നെല്ലിക്കുന്ന്, TV ഇബ്രാഹിം, ജില്ലാ നേതാക്കളായ AM നസീർ, H ബഷീർ കുട്ടി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 27.5 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അങ്കണവാടി നാടിന് സമർപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 11ാം വാർഡിലെ 32ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 27.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് അങ്കണവാടി നാടിന് സമർപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 11ാം വാർഡിലെ 32ാം നമ്പർ അങ്കണവാടിയാണ് നാടിന് സമർപ്പിച്ചത്. സമീപവാസിയായ റജി വെളിന്തറ സൗജന്യമായി വിട്ടു നൽകിയ 3 സെന്റ് സ്ഥലത്താണ് 2 നിലകളിലായി 1150 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അങ്കണവാടി പൂർത്തിയാക്കിയത്. ക്ലാസ് മുറിക്കായുള്ള ഹാൾ, അടുക്കള, 2 ശുചിമുറികൾ, സ്റ്റോർ മുറി, വാഷ് ഏരിയ, വരാന്ത എന്നിവ താഴത്തെ നിലയിലും മുകൾ നിലയിൽ ഹാളും ശുചിമുറിയും സ്റ്റെയർ മുറിയുമായാണ് അങ്കണവാടി പൂർത്തിയാക്കിയത്. ഇവിടെ ശീതീകരണ സംവിധാനം ഒരുക്കുമെന്നും അധികൃതർ പറഞ്ഞു. H സലാം MLA അങ്കണവാടി നാടിന് സമർപ്പിച്ചു. പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഓരോ പഞ്ചായത്തിനും മാറ്റിവെക്കാനാവുന്നത് മാറ്റിവെക്കാൻ വേണ്ടി പൊതുവായിട്ട് ആലോചിച്ചു. MLA എന്നുള്ള MLA ഫണ്ട് തന്നെ കഴിയുന്നത്രയും അംഗനവാടികൾക്ക് മാറ്റിവെച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ തന്നെ കൈക്കൊണ്ടു. അത് കഴിഞ്ഞ വർഷം അനുവദിച്ച് ഏറെക്കുറെ പൂർത്തീകരിച്ച് ഇപ്പോൾ 3 അംഗനവാടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ ഞാൻ തന്നെ നിർദ്ദേശിച്ച് 5 അംഗനവാടികൾക്ക് വേണ്ടി ഉള്ള പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിയാൽ MLA വഴി തന്നെ ഒരു 15 അംഗനവാടികളുടെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നിലയിലുള്ള പ്ലാനാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സ്ഥലം വിട്ടു നൽകിയ റജിയെ MLA അനുമോദിച്ചു. അങ്കണവാടിക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ KS പ്രിയ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്,
വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം ഷീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുലഭ ഷാജി, PP ആന്റണി, NK ബിജുമോൻ, പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ ജീന വർഗീസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി R ബിനു എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നബാർഡിന്റെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പയറ്റുകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന പയറ്റുകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. നബാർഡിന്റെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,14,00,000 രൂപയോളം ചിലവഴിച്ചാണ് പയറ്റുകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുളത്തിന്റെ 4 വശവും കരിങ്കൽ ഭിത്തിയും കുളത്തിന് ചുറ്റും ടൈൽ പാകി നടപ്പാതയും ഒരുക്കും. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ PV സത്യനേശൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി. PS രാജീവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ഇന്ദിരാ തിലകൻ, V സജി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത ചടങ്ങിന് സ്വാഗതവും AG ബോബൻ നന്ദിയും പറഞ്ഞു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 29-30 തീയതികളിലായി ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ മാസം 29-30 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ 38ാമത് സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായിട്ട് ആലപ്പുഴ വെച്ച് നടക്കുകയാണ്. ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കൃത്യം 10:30 അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥി എന്നുള്ളത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവർകളാണ്. ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. സംഘടനയുടെ പ്രതിനിധി സമ്മേളനം, സെമിനാർ, വെൽഫെയർ സൊസൈറ്റി, വാർഷിക പൊതുയോഗം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തും. വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. KC വേണുഗോപാൽ MP വിശിഷ്ടാതിഥിയായിരിക്കും. ഉച്ചയ്ക്ക് 12-ന് പ്രതിനിധി സമ്മേളനവും വൈകിട്ട് 3-ന് KSEBയുടെ സാമൂഹിക പ്രതിബദ്ധതയും സാമ്പത്തിക ഭദ്രതയും എന്ന വിഷയത്തിൽ വൈദ്യുതി സെമിനാറും നടക്കും. സെമിനാർ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന KSEB പെൻഷനേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗത്തോടെ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. അസോസിയേഷൻ പ്രസിഡന്റ് N വേണുഗോപാൽ, ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണപിള്ള, A സൈഫുദ്ദീൻ, S രാജേന്ദ്രൻ, PS ഉദയകുമാർ, പയസ് നെറ്റോ, മധുലാൽ, പ്രഭാകരൻ, സുരേന്ദ്രൻ, മോനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ലോറി ഡ്രൈവർ മരണപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 5:30-നായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്നും കോൺക്രീറ്റ് കമ്പിയുമായി കൊല്ലത്തേക്ക് പോയ ലോറിയാണ് ബൈപ്പാസിൽ ഇരവുകാട് ഭാഗത്ത് വെച്ച് അപകടത്തിലായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി കലാഗോപി ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 8 ജില്ലകളിലെ പ്രവർത്തന പദ്ധതികൾക്ക് ആലപ്പുഴയിൽ നടത്തിയ മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് രൂപം നൽകി. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം യോഗത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി
27.5 ലക്ഷം രൂപ ചിലവിൽ പൂർത്തിയാക്കിയ സ്മാർട്ട് അംഗനവാടി നാടിന് സമർപ്പിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 11-ാം വാർഡിലെ 32-ാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം എച്ച് സലാം MLA നിർവഹിച്ചു. നബാർഡിന്റെ സഹസ്ര സരോവര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പയറ്റുകുളത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഈ മാസം 29-30 തീയതികളിലായി ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.